ജെൻഡർ ന്യൂട്രാലിറ്റിൻ്റെയും അതുപോലെ തന്നെ ജെൻഡർ ഒരുപാട് ഡിസിഷൻസും ലീഗാലിറ്റിയും പ്രത്യേകിച്ച് ഈ അടുത്ത് വന്ന കാതൽ എന്ന് പറയുന്ന മൂവിയും ഇതുപോലുള്ള ഒരുപാട് മൂവ്മെന്റ്സ് ഇപ്പോൾ വരുന്നുണ്ട്. ഈ അർത്ഥത്തിൽ ഇപ്പോൾ കുറച്ചും കൂടി സ്പീഡപ്പായി ഈ കാര്യങ്ങൾക്കുള്ള റിയാക്ഷൻ ഉണ്ട് എന്ന് നമുക്ക് വിചാരിച്ചൂടെ? അല്ല, ഈ ഇപ്പോഴല്ല അത് വരുന്നത്. ഈ കാതലിൻ്റെ അതേ ആശയമുള്ള ഒരു കഥ ഞാൻ അത് 2005 കാലത്തൊക്കെ എഴുതിയിട്ടുണ്ട്. കമ്മിങ് ഔട്ട് എന്ന് പറഞ്ഞൊരു കഥയാണ്. കമ്മിങ് ഔട്ട് എന്ന് പറയുന്ന കഥ സൂര്യരാജനൊരു സ്ത്രീ എന്ന് പറയുന്ന നോവലിലും അത് എഴുതിയിട്ടുണ്ട്. കുറേ കാലമായി നമ്മൾ ഇൻക്ലൂസീവ്നെസ്സിനെ പറ്റി സംസാരിക്കുന്നു. കഷ്ടകാലത്തിന് മലയാളത്തിലെ മാധ്യമങ്ങളും മലയാളികളായ വിദ്യാസമ്പന്നരായ സ്ത്രീ പുരുഷന്മാരും അതേക്കുറിച്ച് അറിയുന്നില്ല എന്ന് മാത്രം. ഇത് കുറേ കാലമായി ലോകത്തെമ്പാടും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. മനുഷ്യരുടെ വളരെ അടിസ്ഥാനപരമായ അവകാശങ്ങളുടെ പേരിൽ അവരെ തരംതിരിക്കാൻ പാടില്ലെന്നും എല്ലാ മനുഷ്യർക്കും എല്ലാ പൗരത്വം എന്ന് പറയുന്നത് പൂർണ്ണ പൗരത്വം അവരുടെ ജാതി മത വർഗ ഓറിയൻറ്റേഷൻ ലൈംഗികത എല്ലാത്തിനും അതീതമായ ഒന്നാണെന്ന് നമ്മൾ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അത് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് എനിക്ക് പറയുന്നത്. ഇപ്പോൾ അത് സിനിമയിലേക്ക് വരുമ്പോൾ അത് ശ്രദ്ധിക്കപ്പെടുന്നു. കാരണം സിനിമയ്ക്ക് പോലും അതിന് നേരെ ഇനി വാതിൽ കൊട്ടിയടക്കാൻ സാധ്യമല്ലാത്ത വിധം വളരെ സത്യസന്ധതയോടെ ജീവിതത്തെ അഭിമുഖീകരിക്കുന്ന ഈ കുട്ടികളുടെ തലമുറയുണ്ട്. എനിക്ക് ഈ കുട്ടികളുടെ തലമുറയോടുള്ള ഏറ്റവും വലിയ സന്തോഷം, അവരെ കാണുമ്പോഴുള്ള സന്തോഷം അതാണ്. അവർ മറ്റൊരാളായി നടിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കാത്തവരാണ്. അതൊരു വളരെ പ്രധാനപ്പെട്ട പാഠമാണ്. അവരാണ് ഈ നമ്മുടെ തലമുറയെ കൈപിടിച്ച് നടത്തുന്നത്. അത് ഏത് സമരത്തിലാണെങ്കിലും ഏത് തരം ജീവിത രീതി മാറ്റങ്ങളിലാണെങ്കിലും ജീവിതത്തെ പറ്റിയുള്ള അവബോധത്തിലാണെങ്കിലും അവർ വരുത്തുന്ന മാറ്റം വലുതാണ്. റിവേഴ്സ് പേരന്റിങ്ങിനാണ് നമ്മൾ സത്യത്തിൽ വിധേയരാകേണ്ടത്. അവർക്കാണ് ഇനി പഠിപ്പിക്കാനുള്ളത്. വളരെ ഗംഭീരമായൊരു വാക്ക് അതിന്റെ ഒടുവിൽ വന്നു അല്ലേ, ആ പാരന്റിങ്ങിനെ കുറിച്ച്. അടുത്ത ചോദ്യം. ഹലോ മാം, എൻ്റെ പേര് അപർണമാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മാമിൻ്റെ ബുക്ക് ഇറങ്ങുന്ന കാലത്ത് മാം പറഞ്ഞിരുന്നു ഞാൻ അധികം സംസാരിക്കാത്തൊരു വ്യക്തിയാണ് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ മാം ഇപ്പോൾ ഒരുപാട് മാമിൻ്റെ സംസാരങ്ങൾ കുറേ മാറ്റങ്ങൾ വന്നതായി എനിക്ക് ഫീൽ ചെയ്യുന്നു. അപ്പോൾ ആരാച്ചാർ എങ്ങനെയാണ് മാമിനെ മാറ്റിയിട്ടുള്ളത്? അതുവരെ പറയാനുള്ളതൊക്കെ ഞാൻ പുസ്തകത്തിൽ എഴുതി കഴിഞ്ഞു എന്നുള്ളൊരു തോന്നലായിരിക്കും. ഈ കോഴിക്കോട് വെച്ച് അതിൻ്റെ ഒരു പ്രകാശനം നടത്തിയിരുന്നു അന്ന് DC ബുക്സ് അത് ഇറക്കുമ്പോൾ. അപ്പോൾ എൻ്റെ കാലൊടിഞ്ഞു. എൻ്റെ കാലെപ്പോഴും ഒടിയും. ആരാച്ചാരം എഴുതി 14 അധ്യായം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കാലൊടിഞ്ഞു. അപ്പോൾ പിന്നെ കുറേ നാൾ പ്ലാസ്റ്റർ ഇട്ടിട്ടിരുന്നിട്ടാണ് എഴുതിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഘാതകൻ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ ഇത് സംഭവിച്ചു. അപ്പോൾ ഇത് എനിക്ക് പതിവാണ്. പക്ഷേ ഞാൻ പറഞ്ഞത് അന്ന് എന്നെ ഇങ്ങനെ കസേരയിൽ ഇരുത്തിട്ടാണ് സ്റ്റേജിലേക്ക് എടുത്തു വെച്ചത്. അപ്പോൾ അന്ന് N. ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് വളരെ നല്ല വായനക്കാരനൊക്കെ ആയിരുന്ന അദ്ദേഹം വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, മീര ഇനി അധികമൊന്നും എഴുതണ്ട എന്ന് പറഞ്ഞു. കാരണം എഴുതാനുള്ളതൊക്കെ ആരാച്ചാറിൽ എഴുതിയിട്ടുണ്ട്, ഇനി എന്തെഴുതിയാലും അതിൻ്റെ ആവർത്തനമായി പോകും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അതെനിക്ക് വലിയൊരു ചലഞ്ചായിരുന്നു. അപ്പോൾ ഇനി എഴുതാത്ത എന്ത് എന്ന് കണ്ടുപിടിക്കുക എന്നുള്ള ഒരു വലിയ ജോലി കൂടി അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ സംസാരിച്ച് പുസ്തകം ഇറങ്ങിക്കഴിഞ്ഞിട്ട് എന്നെ തേടിയെത്തിയ വായനക്കാരോട് സംസാരിച്ചാണ് സത്യത്തിൽ ഞാൻ പറയുന്നതൊക്കെ കേൾക്കാൻ ആളുണ്ട് എന്നുള്ളൊരു ഉറപ്പ് എനിക്കുണ്ടായത്. ആ പുസ്തകം വായിച്ച ആളുകളാണ് സത്യത്തിൽ എനിക്കിപ്പോൾ ഇങ്ങനെ സംസാരിക്കാനുള്ള ആത്മവിശ്വാസം തന്നത്.